ഹലോ, ഇന്നൊരു വെറൈറ്റി ഐറ്റമായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. ഐറ്റം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുന്നിലിരിപ്പുണ്ട്, കണ്ടല്ലോ, കുറേ പച്ചക്കറികൾ. ഇതെന്താ സാധനം എന്ന് ചോദിച്ചാൽ ഡ്രൈഡ് വെജിറ്റബിൾ ചിപ്സ് ആണ്. ഇപ്പോൾ ശരിക്കും മാർക്കറ്റിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഈ ഡ്രൈഡ് വെജിറ്റബിൾ ചിപ്സ് എന്ന് പറഞ്ഞ സാധനം. നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കുറേ കഴിച്ചിട്ടുണ്ട്. ഫ്രഷ് വെജിറ്റബിൾസിൻ്റെ അതേ ലുക്കുള്ള ഈ ചിപ്സ് ശരിക്കും കൗതുകം ഉണ്ടാക്കുന്ന ഒരു സാധനം കേട്ടോ. അപ്പോൾ ഞാനും ഒന്ന് വാങ്ങി നോക്കിയിട്ടോ. അടിപൊളിയാണ്, നല്ല ക്രിസ്പിയാണ്. ഏതൊക്കെ വെജിറ്റബിൾസിൽ ഇങ്ങനെ ചിപ്സ് ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ ഏത് തരം വെജിറ്റബിൾസിലും ചെയ്യാം. പക്ഷേ പ്രധാനമായിട്ടും ഈ കാണുന്ന കുറേ വെജിറ്റബിൾസിലാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ വെണ്ടയ്ക്കൊക്കെ കണ്ടോ, എന്ത് ഭംഗിയായിട്ടിരിക്കണമെന്ന് കണ്ടോ. പച്ച വെണ്ടയ്ക്ക തന്നെയാണ് ശരിക്കും. ഇത് നമ്മുടെ വെണ്ടയ്ക്കയുടെ ചിപ്സാണ്. ഈ കാണുന്ന മത്തനാട്ടോ, മത്തൻ. ഇത് ഈ കാണുന്ന നമ്മുടെ സുക്കിനി എന്ന് പറഞ്ഞ സാധനം തോന്നുന്നു, നമ്മുടെ വെള്ളരിക്കയുടെ കുടുംബത്തിൽ വരുന്ന സാധനമാണ് സുക്കിനി. ഇത് ക്യാരറ്റ് കണ്ടല്ലോ, ഇത് നമ്മുടെ ബീട്രൂട്ട്. ഈ കാണുന്ന സ്വീറ്റ് പൊട്ടാറ്റോ ആണ്, സ്വീറ്റ് പൊട്ടാറ്റോ ആണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇത് വയലറ്റ് സ്വീറ്റ് പൊട്ടാറ്റോ ആണ് ഈ കാണുന്നത്. ഇനി ഇതിൽ കാണിക്കാൻ ബീൻസൊക്കെ കണ്ടോ, നമ്മുടെ പച്ച ബീൻസ് ആ നിറവും ടെക്സ്ചറും ഒന്നും മാറാതെ അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഇത് ഓയിൽ ഫ്രീ ആണ്. ഓയിൽ തീരെയും ഉപയോഗിക്കാതെ പല പല മാർഗ്ഗങ്ങളിലൂടെ ഇത് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. എന്നാൽ ഓയിൽ ഉപയോഗിച്ചും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഈ കാണുന്ന ചിപ്സ് എല്ലാം ഓയിൽ ഫ്രീ ആണ്. അപ്പോൾ ഓയിൽ ഫ്രീ ആകുമ്പോൾ അഡ്വാൻറ്റേജ് ഞാൻ പറയാതെ അറിയാമല്ലോ. അപ്പോൾ സാധാരണ നമ്മുടെ കുട്ടികളിപ്പോൾ ബിങ്കോ, ലേസ്, പിന്നെന്താ കുർക്കുറെ, ഇതിൻ്റെയൊക്കെ പുറകിലാണ്. അപ്പോൾ അതിനൊരു അഡിക്ഷൻ മാറ്റിയെടുക്കാൻ പറ്റിയ സാധനമാണ്. സ്കൂളിലൊക്കെ സ്നാക്സ് ആയിട്ട് കൊടുത്തേക്കാൻ ബെസ്റ്റ് സാധനമാണ്. നമുക്കിപ്പോൾ ഓഫീസിലായാലും കൊണ്ടുപോകാൻ ഇടയ്ക്ക് യാത്രകളിൽ സ്നാക്സ് ആയിട്ട് കഴിക്കാനൊക്കെ ബെസ്റ്റ് സാധനം കേട്ടോ. ഇനി വേറെ അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ ഇതിൽ വെള്ളം തീരെയില്ല, മൊത്തം ഡീഹൈഡ്രേറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കാലം ഇത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. പിന്നെ റെഫ്രിജറേഷൻ്റെ ആവശ്യമില്ല, നല്ല പാക്കിംഗ് ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നോളൂ. നമുക്ക് എങ്ങോട്ട് വേണം ട്രാൻസ്പോർട്ട് ചെയ്യാം. കാരണം ഇതിൽ വെയിറ്റ് ഭയങ്കര കുറവാണ്, വെള്ളം മൊത്തം മാറ്റിയത് കാരണം. ഇത്രയും മൊത്തത്തിലൊരു 300 ഗ്രാമൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ ഒരെണ്ണം ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. ക്രിസ്മസ് നോക്കിക്കോ, ഈ വെണ്ടയ്ക്ക് എന്നിടത്ത് പൊട്ടിച്ച് നോക്കിയാൽ ആ സൗണ്ട് കേട്ടോ കേട്ടോ. കണ്ടാ, നല്ല ക്രിസ്പിയാണ്. ഇതൊക്കെ പൊട്ടിച്ചാൽ കണ്ടാ, ബീൻസ് കണ്ടാ. വെരി യമ്മി കേട്ടോ. ഇനി ന്യൂട്രിയൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൽ ഫൈബറും മിനറൽസും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാവും, ഇത് എങ്ങനെയാണ് ഇത്രയും ഭംഗിയായിട്ട്, ഇത്രയും കളർഫുള്ളായിട്ട്, ഒരു മാറ്റവും ഇല്ലാണ്ട് ഇങ്ങനെ ചിപ്സ് ഉണ്ടാക്കി എടുക്കുന്നതെന്നുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഫുൾ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടുപോകൂടാൻ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം. അപ്പോൾ ഞാൻ ഗുണങ്ങൾ കുറേ പറഞ്ഞു, 1-2 ദോഷങ്ങളുണ്ട്, അത് ഞാൻ അതിൽ പറയുന്നുണ്ട്. പിന്നെ ഇത് വാങ്ങണം എന്നുള്ളവർക്ക് ഇത് ഇങ്ങനത്തെ ബോട്ടിൽസ് ആയിട്ട് തന്നെ നമുക്ക് കടകളിൽ, ബേക്കറികളിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നുണ്ട്. അതല്ല എങ്കിൽ ഓൺലൈൻ വാങ്ങിയപ്പോൾ കുറച്ചും കൂടെ ലാഭമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഓൺലൈൻ വാങ്ങണം എന്നുള്ളവർക്ക് വേണ്ടി ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. എന്തായാലും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം കേട്ടോ.